പാത്രം തറയിൽ വീണ് ഉടയുന്നത് പോലെ എന്റെ ജീവിതമായി തീർന്നപ്പോൾ സ്വർഗം അവിടെ വാരിയെടുത്ത് ആമേൻ ഹല്ലേലൂയ വീണ്ടും ആമേൻ ചിതറിയതിനെ ശേഖരിക്കുന്ന ദൈവം ഈ പകൽ ആമേൻ ചിലതിനെ യേശുവിന്റെ നാമത്തിൽ ശേഖരിപ്പാനിടയാകട്ടെ. കൈവിട്ടു പോയ ചിലതിനെ, കാണാതെ പോയ ചിലതിനെ, ആമേൻ ഹല്ലേലൂയ പുകയുന്ന ചിലതിനെ, കുനിഞ്ഞിരിക്കുന്ന ചിലതിനെ, ആമേൻ ഹല്ലേലൂയ നിവർന്നിൽപ്പാൻ കഴിയാത്ത ചിലതിനെ, വാതിലുകൾ അടഞ്ഞു പോയ ചിലതിനെ, കാരാഗ്രഹത്തിനകത്തപ്പെട്ടു പോയ ചിലതിനെ, ആമേൻ കുണ്ടറയിൽ അകപ്പെട്ടു പോയ ചിലതിനെ, ആമേൻ പെരുവെള്ളത്തെ ആമേൻ അഭിമുഖീകരിക്കുന്ന ചിലതിനെ, കാഠിനമായ ശോധനയിൽ കൂടെ കടന്നു പോകുന്ന ചിലതിനെ ഈ പകൽ അവലംഘനം നീട്ടി വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പ്രിയരെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നാഥൻ അവന്റെ വലങ്കരം നീട്ടി. ഗ്ലോറി ജീസസ്. ഒരു അത്ഭുതമാണ് പ്രതീക്ഷിക്കുന്നത്. 2026 പ്രാരംഭത്തിന് ഒരു അത്ഭുതമാണ് പ്രതീക്ഷിക്കുന്നത്. നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു ഡെലിവറൻസ് ആണോ, ഒരു വിടുതലിന്റെ ശുശ്രൂഷയാണ് വെളിപ്പെടേണ്ടതെങ്കിൽ, ആമേൻ ദൈവത്തിന്റെ കരം അനുകൂലമായാണ് ചലിക്കുന്നതെങ്കിൽ, ആമേൻ നിന്റെ ശാരീരിക രോഗങ്ങൾ നാളുകളായി വഹിക്കുന്ന ആ മുള്ളിനെ, പ്രതിസന്ധിയെ സ്വർഗ്ഗത്തിൽ വെടിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവമാ. നാളുകളായി നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന, മറ്റാരോടും തുറന്നു പറയുവാൻ കഴിയാതെ ഒരു ഏകാക്കി കണക്കയായിരിക്കുന്ന അവസ്ഥയിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ. കുരുകിൽ ഒരു വീടും ഈവിൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരാശ്രയവും കണ്ടെത്തിയിരിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിനക്ക് മറയുവാൻ ഒരു നല്ല മറവിടമില്ലേ? അത് യേശുവിന്റെ സന്നിധാനമല്ലേ? ഈ പകലൊന്ന് പറയുവാൻ കഴിയട്ടെ, കർത്താവേ ആമേൻ ഹല്ലേലൂയ, ഞാൻ തനിച്ചല്ല, എന്നോടൊപ്പം കരയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ തനിച്ചല്ല. ആമേൻ ഹല്ലേലൂയ. എൻ്റെ വേദനകൾ എന്നിൽ നിന്ന് പകുത്തെടുപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. എൻ്റെ രോഗം ഹല്ലേലൂയ തനിച്ചല്ല, എൻ്റെ രോഗം ശീലിച്ച ഒരു പിതാവുണ്ട്. ആമേൻ ഈ പകലൊന്ന് പറയുവാൻ കഴിയട്ടെ, നിന്റെ വേദനയെ ആമേൻ സ്വന്തമായി എടുക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം എന്നറിയാമോ, അവൻ കുഞ്ഞാടുകളെ തോളിലേറ്റി നടത്തുകയും ആമേൻ തള്ളയാടുകളെ മെല്ലെ നടത്തുകയും ചെയ്യുന്ന ദൈവമാ. ഒരു നല്ല ഇടയന്റെ സാന്നിധ്യം ഈ പകൽ ആലയത്തിനകത്ത് വെളിപ്പെടുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ.